ഏതൊരു റിലേഷൻഷിപ്പിനും മൂന്നാമതൊരാൾ കയറി വരുമ്പോൾ അവിടെ പ്രോബ്ലം ഉണ്ടാവില്ലേ? ഇന്നത്തെ ചിന്ത ആ ഒരാളെ പറ്റിയിട്ടാണ്. മൂന്നാമതൊരാൾ. ഇതെൻ്റെ മാത്രം ചിന്തകളാണ് കേട്ടോ. എന്തെങ്കിലും റിലേഷൻ നമ്മുടെ സിറ്റുവേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികമായിരിക്കും കേട്ടോ. മൂന്നാമതൊരാളെന്ന് പറയുമ്പോൾ കപ്പിൾസിൻ്റെ ഇടയിലുള്ളതായിരിക്കാം. ഫാമിലിയുടെ ഉള്ളിൽ തന്നെ വേറൊരാൾ കടന്നു വരുമ്പോഴുള്ള പ്രോബ്ലം ആയിരിക്കാം. ഇനി നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മളും നമ്മുടെ സുപ്പീരിയർ ഓഫീസറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോസായിട്ട് നല്ലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ അവിടെ വേറൊരു കൊളീഗ് വന്നിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഹൂഎവർ ഇറ്റ് ഈസ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രണ്ടുപേരുണ്ടാവും. അപ്പോഴായിരിക്കും വേറൊരു ഫ്രണ്ട് വന്ന് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി ആ ഫ്രണ്ട്ഷിപ്പ് തകരാറിലാക്കി പോകുന്നത്. സോ വാട്ട് വി ക്യാൻ ഡു in that situation? Third party intervention in any relationship. The important step towards solving any problem is analyzing the problem. അവിടെ എന്ത് തെറ്റ് സംഭവിച്ചു, വാട്ട് വെൻറ്റ് റോങ്, അത് കണ്ടുപിടിക്കലല്ലേ നമ്മുടെ ജോലി. അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ. എന്താണ് അവിടെ തെറ്റ് പറ്റിയത് എന്നല്ലേ. അതുപോലെ തന്നെ ഒരു മൂന്നാമതൊരാൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ വന്ന് നമ്മുടെ റിലേഷൻ സ്പോയിൽ ആവാൻ പോകുന്നു എന്ന് കണ്ടാൽ കണ്ടുപിടിക്കുക എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന്. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു ടു ഫിക്സ് ദ റിലേഷൻഷിപ്പ്. ആ ഒരു റിലേഷൻഷിപ്പ് നന്നായി പോകണം എന്ന് വെച്ചാൽ അത് തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായെന്ന് കണ്ടുപിടിക്കണം. ഈ തേർഡ് പാർട്ടി വന്നപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് സ്പോയിൽ ആവാൻ ഫസ്റ്റ് റീസൺ എന്താണ്? ആ തേർഡ് പാർട്ടീനെ നമ്മൾ എൻ്റർടൈൻ ചെയ്തു എന്നുള്ളതാണ് ഒരു റീസൺ. ആ മൂന്നാമതൊരാളെ നമ്മൾ എൻ്റർടൈൻ ചെയ്തു നമ്മുടെ റിലേഷൻഷിപ്പിനിടയിൽ. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസ് സ്പേസാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഓഫീസ് സ്പേസാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ സുപ്പീരിയർ ഓഫീസറായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബോസിൻ്റെ അടുത്തൊക്കെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഒരാളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ, ഇവിടെയൊക്കെ പോയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. ചിലപ്പോൾ ആ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെന്ന് വെച്ചിട്ടാവില്ല കേട്ടോ, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഇല്ലാതെ അൺഇൻറ്റൻഷനലി ഇതൊക്കെ പോയിട്ട് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വരാം. അപ്പം ഈ ഒരു മൂന്നാമതൊരാൾ നമ്മുടെ ബോസുമായിട്ടുള്ള നല്ലൊരു റാപ്പോ സ്പോയിൽ ചെയ്തില്ലേ, അതൊരു കാര്യം. ഇനി ഫാമിലിയിൽ എപ്പോഴും നമ്മൾ ഈ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ കപ്പിൾസിൻ്റെ ഇടയിൽ വേറൊരാൾ വരുന്നത് വിചാരിക്കാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ഞാൻ പറയാം നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ചിലർ വന്ന് ഈ കപ്പിൾസിൻ്റെ ഇടയിലുള്ള നല്ല റാപ്പോ സ്പോയിൽ ചെയ്ത് കൊണ്ടുപോകും. നമ്മുടെ ഫാമിലിയുടെ ഇടയിൽ തന്നെയുള്ള ആൾക്കാർ. ചിലപ്പോൾ അത് ഇൻലോസ് ആയിരിക്കാം, അത് ഏത് സൈഡിൽ നിന്നുള്ള ഇൻലോ ആയിരിക്കാം. നല്ല സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് പോയിരിക്കും, നല്ല ഫാമിലി ആയിട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ അതിപ്പോൾ മദർ ഇൻ ലോ ആയിക്കോട്ടെ, സിസ്റ്റർ ഇൻ ലോ ആയിക്കോട്ടെ, ഹൂഎവർ കംസ്, അവരുടേതായ ഒപ്പീനിയൻസ് അവർ പറയും. അതിൻ്റെ ഇടയിൽ ഈ കപ്പിൾസ് തമ്മിലുള്ള റാപ്പോ സ്പോയിൽ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. വാട്ട് ഈസ് ദ പ്രോബ്ലം ആൻഡ് ഹൗ ക്യാൻ ഐ ഫിക്സ് ദ പ്രോബ്ലം. ഇനി ഫ്രണ്ട്ഷിപ്സിൻ്റെ ഇടയിൽ ഉണ്ടാവുമല്ലോ, ചിലർ വരും നല്ല രീതിയിൽ പോകുന്ന ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കും കേട്ടോ. അതായത് നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ അതിൽ ചുരുക്കം ചിലർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും. ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനെ സ്പോയിൽ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ചിലരുണ്ടാകും. അവരും ചിലപ്പോൾ ഇൻറ്റൻഷനലി ആവില്ല, വേണമെന്ന് വിചാരിച്ചിട്ടല്ല, സ്വാഭാവികം എന്ന് പറയണ പോലെ വരും, പണി തരും, പോകും. അങ്ങനെ ചിലവരുണ്ടായിരുന്നിട്ടില്ലേ? എനിക്കൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവരെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ബസ്സിൽ കയറി പോവും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഒരുമിച്ച് ഒരു സീറ്റിലിരിക്കും, ഒരു സീറ്റിലല്ല, നമ്മൾ ഒരുമിച്ച് ബസ്സിൽ വർത്താനൊക്കെ പറഞ്ഞു പോകും. പക്ഷെ വെൻ ദ അതർ പേഴ്സൺ കം, പുതിയ കുട്ടി ക്ലാസ്സിൽ വന്നു, ഒബിയസ്ലി നമ്മൾ അവരോടും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി. ആ സമയത്താണ് നമ്മുടെ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഒന്നും ഉണ്ടായിട്ടാവില്ല, അപ്പോഴൊക്കെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ പ്രോബ്ലം. നിങ്ങൾക്ക് വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, പക്ഷെ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അവരോട് തുറന്നു പറയാം. അതുപോലെ കപ്പിൾസിൻ്റെ ഇടയിലുള്ള പ്രോബ്ലം തീർക്കാൻ ഇത്രയേ ഉള്ളൂ, കമ്മ്യൂണിക്കേറ്റ്. അതേത് ഇൻലോസ് വന്നാലും പറയാം, വി ആർ ടുഗദർ. നമ്മൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനാണല്ലോ തീരുമാനിച്ചത്. അതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ടു സെപ്പറേറ്റ് ഹൂ എവർ കംസ്. ആ ഒരു സ്റ്റാൻഡ് എടുക്കുക, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ബെറ്റർ ടൂൾ ടു ഫിക്സ് എനി റിലേഷൻഷിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണേ. ഇനി
Be mature enough to take decision to speak up in a particular situation or keep silence. നമ്മുടെ ഉള്ളിലത്തെ മെച്യൂരിറ്റി എവിടെയാണ് കാണിക്കേണ്ടത്? ഏത് സിറ്റുവേഷനിലാണ് ഞാൻ വർത്താനം പറയേണ്ടത്? ഏത് സിറ്റുവേഷനിലാണ് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മളുടെ സൂപ്പർവൈസറിൻ്റെ അടുത്ത്, നമ്മുടെ സുപ്പീരിയർ ഓഫീസറിൻ്റെ അടുത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പോയിട്ട് പറയാണ് നമ്മളെപ്പറ്റി എന്തെങ്കിലും റോങ് ആയിട്ട്. അത് നമ്മുടെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ നമ്മുടെ ബോസ് ആയിട്ടുള്ള നമ്മുടെ റാപ്പോ സ്പോയിൽ ചെയ്യാനായിട്ട് കാരണമായി എന്നറിഞ്ഞാൽ അവിടെ നമ്മൾ സ്പീക്കപ്പ് ചെയ്യണോ അതോ സൈലൻസ് കീപ്പ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കണം. ചില സ്ഥലത്ത് നമ്മൾ തുറന്ന് സംസാരിക്കണം, ചില സമയത്ത് സൈലൻസ് ഇസ് ബെറ്റർ. ചില സമയത്ത് സൈലൻസ് നമ്മൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില റിലേഷൻഷിപ്പ് സ്പോയിലായി പോയിട്ടുണ്ടാവാം. പക്ഷേ ചില സമയത്ത് നമ്മൾ സംസാരിച്ചേ പറ്റൂ. അപ്പോൾ സിറ്റുവേഷൻ നോക്കുക, അതിനനുസരിച്ച് യു ഹാവ് ടു ചൂസ് വാട്ട് യു ഹാവ് ടു ഡു എന്നുള്ളത്. ഇനി നമ്മളുടെ റിലേഷൻഷിപ്പിന് പുറത്തൊരാളാണല്ലോ നമ്മുടെ റിലേഷൻഷിപ്പ് സ്പോയിലാക്കുന്നത്. അവർ ചിലപ്പോൾ ബോധപൂർവമാവില്ല അത് ചെയ്യുന്നത്. അതായത് പീപ്പിൾ ഹൂ ആർ ഔട്ട്സൈഡ് ഓഫ് അവർ റിലേഷൻഷിപ്പ് ക്യാൻ ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി മേക്ക് പ്രോബ്ലം ഇൻ എനി റിലേഷൻഷിപ്പ്. വിചാരിച്ചിട്ടാവില്ല, കോൺഷ്യസ് ആയിട്ടാവില്ല, അൺകോൺഷ്യസ് ആയിട്ടാവാം. വെറും സ്വാഭാവികം എന്ന് തോന്നുമാറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലിരിക്കുന്നവർ ഇഷ്ടം പോലെ ഒന്ന് കണ്ണു തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ തേർഡ് പാർട്ടീസ് ബിഹേവിയർ. വാട്ട് ഹി ഓർ ഷീ വാണ്ടഡ് ടു മേക്ക് ഇൻ യുവർ റിലേഷൻഷിപ്പ്, യു ജസ്റ്റ് ഐഡൻറ്റിഫൈ. എന്താണ് അവർക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്താൽ കിട്ടാൻ പോകുന്നത്? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിൽ ഒരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത്? നമ്മളുമായിട്ടുള്ള സ്മൂത്ത് ഫ്രണ്ട്ഷിപ്പ് ഹി ഓർ ഷീ വിൽ ഗെറ്റ് എന്നുള്ളതാണ്. ഇനി കപ്പിൾസിൻ്റെ ഇടയിലാണെങ്കിലോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതർ പാർട്ടി ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റ് അറ്റ് സംഹൗ. എന്തൊക്കെയോ ബെനിഫിറ്റ്സ് അതർ പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ മിക്കതും ഒരു തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവെയർ ആയിരിക്കുക, ഇങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്പോയിലായി പോകുന്നു അതോ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചിട്ട് ഫൈൻഡ് വേ ടു അഡ്രസ് ഇറ്റ്. എത്രയും പെട്ടെന്ന് സ്മൂത്ത് റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആക്കാൻ ശ്രമിക്കുക. അതാണ് മൂന്നാമതൊരാൾ വരുമ്പോൾ നമുക്ക് തടയാൻ പറ്റിയ ഒരേ ഒരു മാർഗം. സെറ്റ് ബൗണ്ടറീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ദിസ് ഈസ് മൈ ബൗണ്ടറി, ദിസ് ഈസ് മൈ ടെറിട്ടറി എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മാനറിസം കൊണ്ടാവാം, നമ്മുടെ വേ ഓഫ് ടോക്ക് കൊണ്ടാവാം. ഇതിനപ്പുറം ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കും ഒരു റോളും ഇല്ല എന്ന് ഡിഫൈൻ ചെയ്യാം. ദിസ് ഈസ് ദ ബെറ്റർ വേ ടു അവോയ്ഡ് തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഇൻ എനി റിലേഷൻഷിപ്പ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാൻ, ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ എനിക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്മാർട്ട്നെസ്, ആ ഒരു ലോജിക് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഈ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷനെ പറ്റിയിട്ട് എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് എന്നോട് പറയാനുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണേ. ഇന്നത്തെ ചിന്ത ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ കഥകളെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ചിന്തകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ജിത.